India Glitz viewers. എൻ്റെ പേര് ദിവ്യപ്രഭ എന്നാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതിഹാസ എന്ന് പറഞ്ഞ ചിത്രത്തിൻ്റെ ലൊക്കേഷനിലാണ്. ഇതിൻ്റെ സംവിധായകൻ വിനു എസ് കാലടി. ഇതിനു മുമ്പ് ഞാൻ കമൽ സാറിൻ്റെ ഒരു മൂവി നടൻ എന്ന് പറഞ്ഞ മൂവിയിൽ ഒരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്, ഹസീന എന്ന് പറഞ്ഞിട്ട്. പിന്നെ കോൾഡ് സ്റ്റോറേജ്, പിയാനിസ്റ്റിന് റിലീസ് ആവാനിരിക്കുന്ന ഫിലിമാണ്. ഇപ്പോൾ നിൽക്കുന്ന ഇതിഹാസ എന്ന് പറഞ്ഞ ARK മീഡിയയുടെ ഒരു ഫിലിമാണ്. അതിൽ ആൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ കൂടെ സ്വപ്ന, അനുശ്രീ, ഷൈൻ എന്നിവർ, ബാലു എന്നിവർ അഭിനയിക്കുന്നുണ്ട്. ആൻ എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ, ഒരു 2-3 ബോയ് ഫ്രണ്ട്സൊക്കെ ഉള്ള കറങ്ങുന്ന ഒരു ടൈപ്പ് ക്യാരക്ടറാണ് ഞാൻ ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഫിലിം പോയി കാണണം. ഞങ്ങളെപ്പോലെയുള്ള പുതിയ നടീനടന്മാരെ പ്രോത്സാഹിപ്പിക്കണം. എല്ലാവരും കാണണം. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫിലിംസ് തമിഴിൽ പ്രഭു സോളമൻ സാറിൻ്റെ ഒരു ഫിലിമിൽ ഞാനൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. ക്യാരക്ടറിൻ്റെ പേര് എൻ്റെ പേര് തന്നെയാണ്, ദിവ്യ എന്ന് തന്നെയാണ്. അപ്പോൾ അത് ഏപ്രിൽ റിലീസാവും. പിയാനിസ്റ്റ് മലയാളം മാർച്ചിൽ റിലീസ് കാണും. ഹായ് ഇന്ത്യ ഗ്ലിറ്റ്സ് വ്യൂവേഴ്സ്, ഞാൻ നോബി. ഞാനിപ്പോൾ നിൽക്കുന്നത് നവാഗതനായ വിനു എസ് കാലടി സംവിധാനം ചെയ്യുന്ന ഇതിഹാസ എന്ന ചിത്രത്തിൻ്റെ ലൊക്കേഷനിലാണ്. വളരെ മനോഹരമായ ഒരു ചിത്രമായിരിക്കും എന്നാണ് വിശ്വാസം. കാരണം ഒരു വെറൈറ്റി സബ്ജക്റ്റാണ് വിനു പ്രേക്ഷകരുടെ മുന്നിൽ കൊണ്ടുവരുന്നത്. 1000 വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ട ഒരു മോതിരം ഈ കാലഘട്ടത്തിൽ കിട്ടുകയാണ്. ഈ മോതിരങ്ങൾ തമ്മിൽ മാറിപ്പോകുന്ന രസകരമായ കുറേ സീക്വൻസാണ് ഈ ചിത്രത്തിൽ ഞാൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം സുരേഷ് എന്ന് പറയുന്ന ഒരു കള്ളനാണ് ഈ മോതിരം മോഷ്ടിക്കാനായിട്ട് നടക്കുന്നത്. ഞങ്ങൾ കേരളത്തിലെ തന്നെ ഒരു മ്യൂസിയത്തിൽ നിന്ന് ഈ മോതിരം ഞങ്ങൾ മോഷ്ടിക്കും. ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇതിലെ നായകന്മാർക്ക് ആ മോതിരം കിട്ടും. അങ്ങനെയുള്ള വളരെ രസകരമായിട്ടുള്ള ഒരു ചിത്രമാണ്. അപ്പോൾ എല്ലാവരും ഈ ചിത്രം കാണണം, നിങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. ചെയ്ത് കഴിഞ്ഞത് ഷിബു ഗംഗാധർ ഡയറക്റ്റ് ചെയ്യുന്ന മമ്മൂക്ക നായകനാവുന്ന പ്രൈസലോഡ് എന്ന ചിത്രത്തിൽ കുളപ്പുറം ബക്കൻ എന്ന് പറയുന്ന ഒരു ഗുണ്ടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അനൂപേട്ടൻ തിരക്കഥ എഴുതി ദീപൻ ചേട്ടൻ സംവിധാനം ചെയ്യുന്ന സുരേഷ് ഗോപി നായകനാവുന്ന ഡോൾഫിൻ ബാർ എന്ന ചിത്രത്തിൽ സുരേഷ് ഗോപിയുടെ വീട്ടിലെ സർവൻ ഓമനക്കുട്ടൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രം ചെയ്തു. പിന്നെ അതുപോലെ തന്നെ അനൂപേട്ടൻ തന്നെ തിരക്കഥ എഴുതി സജി സുരേന്ദ്രൻ സംവിധാനം ചെയ്യുന്ന ആംഗ്രി ബേബീസ് ഇൻ ലവ് എന്ന ചിത്രത്തിൽ കൊച്ചുകുഞ്ഞെന്ന ഒരു കോമഡി കഥാപാത്രം ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ സനലേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്ന ഫഹദ് ഫാസിൽ നായകനാവുന്ന ഗോഡ്സ് ഓൺ കൺട്രി എന്ന ചിത്രത്തിലും ഒരു നല്ല കഥാപാത്രം ചെയ്തിട്ടുണ്ട്. പിന്നെ സുജിത് എസ് നായർ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു കൊറിയൻ പടം എന്ന ചിത്രത്തിൽ ഒരു നല്ലൊരു കോമഡി കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ഗ്ലിറ്റ്സ് വ്യൂവേഴ്സ്, ഞാൻ സാംഷി. ഞാനിപ്പം ഇതിഹാസം എന്ന് പറയുന്ന പടത്തിൻ്റെ സെറ്റിലാണ്. ഇതിൻ്റെ അകത്ത് ഒരു വില്ലൻ ക്യാരക്ടർ ചെയ്യുന്നു. ഇതിനു മുമ്പേ ഞാൻ 3-4 മലയാളം ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്. 2-3 തമിഴ് ഫിലിമായി. ഇപ്പം എൻ്റെ മാർച്ച് ഫസ്റ്റ് വീക്കിൽ തകവൽ എന്ന് പറഞ്ഞ തമിഴ് ഫിലിം റിലീസുണ്ട്. പിന്നെ ഊരടങ്കം ഉത്തരവ് എന്ന് പറയുന്ന തമിഴ് ഫിലിമിൽ ഞാനിപ്പം മെയിൻ വില്ലൻ ക്യാരക്ടർ ചെയ്യുന്നു. പിന്നെ ഹരിയുടെ അസോസിയേറ്റ് മുരുകൻ ഡയറക്റ്റ് ചെയ്യുന്ന പടത്തിലും ഒരു വ്യത്യസ്തമായ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നല്ല എല്ലാ പടങ്ങളും നിങ്ങൾ കാണണം, അനുഗ്രഹിക്കണം. താങ്ക് യു. ഇന്ത്യ ഗ്ലിറ്റ്സ്. എൻ്റെ പേര് ജമാൽ. ഇതിഹാസ് എന്ന സിനിമയിലെ ലൊക്കേഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്.
ഇതിൽ ഒരു പ്രത്യേകതരം വില്ലൻ കഥാപാത്രത്തെയാണ് ഞാൻ ആക്ട് ചെയ്യുന്നത്. ഒരു പ്രത്യേക സ്വഭാവ രീതിയുള്ള ഒരു ട്രാപ്പിംഗ് മൂഡിലുള്ളൊരു സംഭവമാണ് ഈ സിനിമ. അതിലെ ഒരു പ്രധാന വില്ലനായിട്ടാണ് ഞാനിതിൽ കൈകാര്യം ചെയ്യുന്നത്. പിന്നെ എൻ്റെ കൂടെ എൻ്റെ സഹപ്രവർത്തകരെല്ലാവരും. ഞാനിതിനു മുമ്പ് ഇപ്പോൾ കുറച്ച് മുമ്പ് ഇറങ്ങി പടം 3G എന്ന സിനിമ ജയപ്രകാശ് സംവിധാനം ചെയ്ത കമ്മീഷണറായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത്. അതിനു മുമ്പ് ചെറിയ ചെറിയ വേഷങ്ങൾ കുറേ ചെയ്തിട്ടുണ്ട്. പിന്നെ ഹിന്ദുലേഖ ആയിട്ട് ഞാൻ ആക്ട് ചെയ്തിട്ടുണ്ട്.